മദ്യത്തിന്റെ പേര് ക്ഷണിച്ചുള്ള പരസ്യം അബ്കാരി നിയമലംഘനമല്ലെന്ന് എക്സൈസ് വകുപ്പ് ഹൈക്കോടതിയിൽ. പരസ്യം നൽകുന്ന സമയത്ത് മദ്യനിർമ്മാണത്തിനുള്ള ലൈസൻസ് ലഭിക്കുകയോ മദ്യം ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. ഈ പരസ്യത്തിൽ മദ്യക്കുപ്പിയോ ലേബലോ മദ്യത്തിന്റെ പേരോ കാണിച്ചിട്ടില്ലെന്നും എക്സൈസ് വിശദീകരിച്ചു. ഗോപിക അരവിന്ദ് ചേരുകയാണ് വിശദാംശങ്ങളുമായി. അപ്പോൾ പരസ്യം ഒരു നിയമലംഘനമല്ല, വെറുതെ ഒരു പേര് എന്നാണോ എക്സൈസ് വകുപ്പ് ഹൈക്കോടതിയിൽ പറയുന്നത്? കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഇത്തരത്തിൽ ഈ മദ്യത്തിന്റെ പേരിടൽ മത്സരത്തിനുള്ള ഈ നടപടി സ്റ്റേ ചെയ്തിരുന്നു ഹൈക്കോടതി. ഇതിൻ പ്രകാരം തന്നെ ഈ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന ഈ ബെബ്കോ അതുപോലെ തന്നെ മലബാർ ഡിസ്പെൻസറിയോട് മറുപടി സത്യവാങ്മൂലം ഹൈക്കോടതി ചോദിച്ചിരുന്നു. ഇതിൻ പ്രകാരമാണ് ഇപ്പോൾ ഇന്ന് ബെബ്കോ ഇതിനെതിരെ മറുപടി നൽകുന്നത്. അതായത് ഇതിലെ പ്രധാനമായിട്ടുള്ള ഒരു ഹർജി എന്തെന്നാൽ തന്നെ ഇത് കൊല്ലത്തുള്ള ഒരു കോൺഗ്രസ് നേതാവാണ് ഇതിനെതിരെ പ്രധാനമായും ഹർജി ഹൈക്കോടതിയിൽ എത്തിച്ചിരുന്നത്. അതായത് ഇത്തരത്തിലുള്ളൊരു മദ്യത്തിന്റെ പേരിടൽ മത്സരം എന്ന് പറയുന്നത് മദ്യം ഉൽപ്പാദിപ്പിക്കുന്നത് അത് തന്നെ വാങ്ങുന്നവർക്ക് പ്രോത്സാഹനം നൽകുന്ന ഒരു തരത്തിലാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നടപടികൾ എന്തായാലും സ്റ്റേ ചെയ്യണമെന്നുള്ളത്. ഇതിൽ പ്രകാരം ഇത് അബ്കാരി നിയമ ലംഘനമാണെന്നുമായിരുന്നു ഹർജിക്കാരന്റെ വാദം. എന്നാൽ ഇത്തരത്തിലുള്ള അബ്കാരി നിയമ ലംഘനം ഇല്ലെന്നാണ് ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ എക്സൈസ് വകുപ്പ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പരസ്യം നൽകുന്ന സമയത്ത് ഈ മദ്യത്തിന്റെ നിർമ്മാണത്തിനുള്ള ലൈസൻസോ അതുപോലെ തന്നെ ഈ മദ്യം ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. ഇത് കൂടാതെ തന്നെ ഈ മദ്യം ഉപയോഗിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ ഇത് മദ്യം വാങ്ങാനുള്ള വാഗ്ദാനങ്ങളോ ഒന്നും തന്നെ ഈ പരസ്യത്തിൽ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ലേബലോ കാര്യങ്ങളോ ഒന്നും തന്നെ എക്സൈസ് പ്രോത്സാഹിപ്പിച്ചതോ അല്ലെങ്കിൽ പ്രചരിപ്പിച്ചിട്ടോ ഇല്ലെന്നാണ് ഇപ്പോൾ എക്സൈസ് ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് പ്രകാരം കഴിഞ്ഞ ആഴ്ച ഈ നടപടി സ്റ്റേ ചെയ്തിരുന്ന സമയത്ത് ബെബ്കോ പറഞ്ഞിരുന്നത് ഇത്തരത്തിലുള്ള പരസ്യമേ അവർ നൽകിയിട്ടില്ല എന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്ന് ഹൈക്കോടതിയിൽ എക്സൈസ് വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഈ അബ്കാരി നിയമ ലംഘനമല്ലെന്നും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മദ്യത്തിന്റെ വിൽപ്പനയ്ക്കോ അല്ലെങ്കിൽ ഇതിന്റെ ഉൽപാദനത്തിനെയോ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നുള്ള രീതിയിലുള്ള സത്യവാങ്മൂലമാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. മഹേഷ്.